കരുണയുടെ അവസാന മണിക്കൂർ. നവയുഗമതം. ക്രിസ്തീയതയ്ക്കെതിരെയുള്ള യുദ്ധം ഇപ്പോൾ രൂക്ഷമാക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് എന്നോട് ചേർന്ന് നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ പ്രതിരോധിക്കാൻ ഞാൻ എല്ലാ ക്രിസ്ത്യാനികളോടും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവായ പിശാചിന്റെ നുണകൾ വിഴുങ്ങാൻ നിങ്ങൾ നിർബന്ധിതരാകും. അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യും. ഭൂമിയിലെ എൻ്റെ സഭയെ തകർക്കുന്നതിലൂടെ സാത്താൻ പദ്ധതിയിലിടുന്നത് എൻ്റെ അനുയായിയുടെ വിശ്വാസം തകർക്കാനാണ്. ഇപ്പോൾ തന്നെ എൻ്റെ അനുയായികൾ അനേകർ എന്നെ ആരാധിക്കാതെ ആയി കഴിഞ്ഞു. കാരണം അവരുടെ അഭിപ്രായത്തിൽ സഭയിൽ എന്നെ പ്രതിനിധീകരിക്കുന്ന പാപങ്ങൾക്ക് ഉത്തരവാദിത്വം ഞാനാണ്. അവർ ആ പാപത്തിനെ കുറ്റപ്പെടുത്തും. അവൻ എൻ്റെ മക്കളെ തങ്ങളുടെ വിശ്വാസം ത്യജിക്കാൻ പ്രലോഭിക്കുകയാണ്. ഇപ്പോൾ അവൻ നവയുഗമതം, ന്യൂ ഏജ് റിലീജിയൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ മതം തന്നെ അതിനായി ഉപയോഗിക്കുന്നു. കാരണം അവർ സത്യസഭയുടെ, എൻ്റെ സഭയുടെയും എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും എടുത്തു മാറ്റാനും സഭയുടെ കൽപ്പനകളെയെല്ലാം എതിർക്കാനും തള്ളിക്കളയാനും ആഗ്രഹിക്കുന്നു. ദൈവത്തെ പോലെയാക്കാൻ മാത്രമല്ല, ദൈവത്തെക്കാൾ ഉയരത്തിലെത്താൻ ആഗ്രഹിച്ച ലൂസിഫറിനെ പോലെയാണവർ. ഈ ലോകകേന്ദ്രിതമായ ഒരു വ്യാജവിശ്വാസം കൊണ്ട് നിയന്ത്രിക്കപ്പെടാൻ പാകത്തിൽ അവർ ദൈവത്തിൻ്റെ മക്കളെ പറഞ്ഞു വഴിതെറ്റിക്കുന്നു. വ്യാജ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അനേകർക്ക് നാശകാരണമായിട്ടുണ്ട്. അത് അവർ അന്ധകാരത്തിൽ ലോകത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസികൾ പീഡിപ്പിക്കാനായി സാത്താൻ അവരുടെ ദൂതന്മാരെ ദുഷ്ടാരൂപികളെയും അയക്കുന്നു. ഈ പൈശാചിക ദൂതന്മാരെ കാണാൻ നിങ്ങൾ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഭയന്നു മുറിക്കുമായിരുന്നു. 2-3 പേർ ദുഷ്ടാരൂപികൾ നിങ്ങളെ വളഞ്ഞു നഗ്നനാക്കി അപമാനിക്കാൻ കഴിയും. അവർക്ക് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും അസഹ്യപ്പെടുത്താനും മറ്റുള്ളവർക്കെതിരെ പ്രലോഭനത്തെ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കാനും കഴിയും. പിശാചിന്റെ പ്രഥമ ലക്ഷ്യം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരും എൻ്റെ സഭയും എൻ്റെ മക്കളും ഭൂമിയിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരുമാണ്. അടുത്തതായി അവർ ഉന്നം വയ്ക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ അധികാരമുള്ള ഉന്നത സ്ഥാനീയരാണ്. അവൻ അഴിമതി കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടും വേദനയും കഷ്ടപ്പാടും മാത്രം കൊണ്ടുവരുന്ന ദുഷ്ട നിയമങ്ങൾ കൊണ്ടും അവരെ പ്രലോഭിപ്പിക്കുന്നു. അടുത്തതായി അവർ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആയുധം, മാനസാന്തരമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ എൻ്റെ സ്വരം കേൾക്കപ്പെടുമെങ്കിൽ മാത്രമേ എനിക്ക് ആത്മാക്കളുടെ രക്ഷ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ ഭാവനയിൽ നിന്ന് അനേകം വ്യാജമതങ്ങളും വ്യാജസിദ്ധാന്തങ്ങളും ലോകം വ്യാപിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ആത്മാക്കളെ നരകത്തിലേക്ക് നയിക്കുന്ന അപകടകരമായ വ്യാജവിശ്വാസങ്ങളെ അനേകരാണ് നയിക്കുന്നത്. എൻ്റെ സഭകളിൽ ആഘോഷങ്ങളും വിരുന്നുകളും മറ്റു തരത്തിലുള്ള വിനോദ പരിപാടികൾ നടത്തപ്പെടുകയും അത് ദൈവത്തെ ആരാധിക്കാത്ത ഒരു പുതിയ ഏകലോകമതമായി തീരുകയും ചെയ്യും. അതെല്ലാവർക്കും കാണത്തക്ക വിധത്തിലുള്ള ഗൂഢമായ സാത്താനിക ബിംബങ്ങളാൽ മുദ്രിതമായിരിക്കും. അവിടെ മൃഗത്തെ വിഗ്രഹമർക്കുകയും ചെയ്യും. എല്ലാ പാപങ്ങളും പരസ്യമായി വാഴ്ത്തപ്പെടുകയും ദശലക്ഷക്കണക്കിന് മനുഷ്യർ അതിൽ സ്വീകരിക്കുകയും ചെയ്യും. എന്നോട് വിശ്വസ്തരായി തുടരുന്ന എൻ്റെ വിശുദ്ധ ശുശ്രൂഷകർക്ക് കുർബാനകൾ രഹസ്യത്തിൽ അർപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. മൃഗത്തിന്റെ വണങ്ങത്തിനായി പണിയപ്പെടുന്ന ഒരു പുതിയ ദേവാലയത്തിലേക്ക് ഇനി ഏറെ ദൂരമില്ല. ആ സമയം വളരെ അടുത്താണ്. സമാധാനത്തിന് മനുഷ്യനായി ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എതിർ ക്രിസ്തുവിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ ദേവാലയം പണിയപ്പെടുന്നത്. നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന നുണകൾ എൻ്റെ പിതാവിൻ്റെ വചനത്തെ മാത്രമല്ല, ലോകമെങ്ങുള്ള ക്രിസ്തീയ വിശ്വാസത്തെയും നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ്. ഇത് കാട്ടുതീ പോലെ പെട്ടെന്ന് പടർന്ന് വ്യാപിക്കും. ആ സംഭവങ്ങളെല്ലാം ഇപ്പോൾ മറന്നീക്കി വന്ന് തുടങ്ങിക്കഴിഞ്ഞു. നുണകളുടെ രാജാവ് കൊണ്ടുവരുന്ന ഇത്തരം നിയമങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അഗാധമായ കൃത്യത്തിലേക്ക് നയിച്ചുകൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും പറയുന്ന ഇത്തരം നിയമങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ തന്നെ ആവശ്യമായ പോഷണം ലഭിക്കാത്ത അവസ്ഥയിലാണ്. അതിനാൽ വളരെ എളുപ്പത്തിൽ നിങ്ങളിൽ നിന്ന് അകറ്റപ്പെടും. ഞാൻ പറയുന്ന പീഡനം ഒരേ സമയം ശാരീരികവും ആത്മീയവുമാണ്. അതിഭയങ്കരമായി പീഡനം അനുഭവിക്കേണ്ടി വരുന്ന എൻ്റെ യഥാർത്ഥ ശിഷ്യരും എല്ലായിടത്തുമുള്ള ക്രിസ്തീയ സഭകൾ അംഗങ്ങളും അതീവ ദുഃഖത്തോടെ അതിനെല്ലാം സാക്ഷികളാകും. കത്തോലിക്ക സഭ മതേതര ലോകത്തെ ആശ്ലേഷിക്കും. മാരകപാപം എന്നൊന്നിലൊന്നിൽ പ്രഖ്യാപിക്കും. മൂലപാപങ്ങളും പാപത്തെയും തന്നെ നിഷേധിക്കുകയും നിഷ്കളങ്ക മനസ്സിനെ വഴിതെറ്റിക്കാനായി എൻ്റെ രാജ്യത്ത് പ്രവേശിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് അവരോട് പറയുകയും ചെയ്യും. കുമ്പസാരം നിർബന്ധപൂർവ്വം നിർത്തലാക്കപ്പെടും. തങ്ങളുടേതായ മാർഗങ്ങൾ രക്ഷ തേടാൻ അവർ ജനങ്ങളോട് പറയും. അക്കാരണത്തിന് അനേകർ എൻ്റെ അടുക്കൽ വന്ന് പാപമോചനം തേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. കാരണം പാപം എന്നത് ബോധപൂർവ്വം ഒരാൾ ചെയ്ത് പ്രവർത്തിക്കുകയാണെന്ന് അവർ മനസ്സമ്മതിക്കില്ല. ബോധപൂർവ്വമല്ലാത്തതിനാൽ ദൈവമെല്ലാം ക്ഷമിക്കുമെന്നതായിരിക്കും അവരുടെ വാദം. കൃത്യമായി ഇതെല്ലാം വലിയ അബദ്ധത്തിന്മയും ഇതാകട്ടെ മുൻകൂട്ടി തന്നെ പ്രവേശിക്കപ്പെടുന്നതാണ്. ഈ മാർഗം ഉപയോഗിച്ചാണ് എതിർ ക്രിസ്തുവും വ്യാജപ്രവേശനം ദശലക്ഷക്കണക്കിന് ആത്മാക്കളെ നരകാഗ്നിയിലേക്ക് നയിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ വിജാതി വിഗ്രഹാരാധനയും ഉത്സവങ്ങളും ആഘോഷങ്ങളും കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നടത്തപ്പെടും. അവിശ്വാസികളും ദൈവത്തെ വെറുക്കുന്നവരും സക്രായുടെ മുമ്പിലേക്ക് അൾത്താരകളിലേക്ക് ക്ഷണിക്കപ്പെടും. ഈ വരുന്ന ഒരു പുതിയ രീതിയിലുള്ള തിരിക്കാനുഭവം ആയി പ്രഖ്യാപിക്കപ്പെടും. എൻ്റെ മക്കളെ, ഇപ്രകാരം എല്ലാ ദൈവമക്കളും അവരുടെ വിശ്വാസങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ആദരിക്കുന്നതിനായി ഒരുമിച്ച് ചേരും. എൻ്റെ അനുയായികളായി നിങ്ങൾ ദൈവകാരണത്തിലുള്ള എൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ആദരവ് കാണിക്കുന്നതിന് പ്രതിക്കപ്പെടും. അവരുടെ വിശ്വാസം അംഗീകരിക്കാത്ത പക്ഷം നിങ്ങൾ ക്രിസ്തുവിനെതിരാണ് ആരോപിക്കപ്പെടും. അങ്ങനെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെയാണ് യേശു ക്രിസ്തുവായി ഞാൻ ദൂഷിക്കപ്പെടാൻ പോകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ നിഷ്കാസനം ചെയ്യാനായി വിദ്യാലയങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും അവർ ഇതേ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങുന്നു. അവർ അത് തുടർന്നു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിശ്വാസമാണ് സത്യം.
അതുകൊണ്ട് അത് ആക്രമിക്കപ്പെടും. മറ്റൊരു മതവും ക്രൈസ്തവ വിശ്വാസത്തെ പോലെ അത്ര കഠിനമായ ഉറപ്പോടെ പരിഗണിക്കപ്പെടുകയില്ല. നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം എന്തെന്നാൽ ഈ നികൃഷ്ടമായ അശുദ്ധീകരണ പ്രക്രിയയിൽ അറിഞ്ഞുകൊണ്ട് പങ്കാളികളാവുന്നവരുടെ ആത്മാക്കൾ അന്ധകാരത്തിൽ മുഴുകുകയും കാലാന്തരത്തിൽ അവർ തങ്ങളുടെ സ്വന്തം ആത്മരക്ഷയെ അവഗണിക്കുകയും ചെയ്യുന്നതാണ്. എന്നെ ഒറ്റിക്കൊടുത്താൽ ഞാൻ ക്ഷമിക്കും, എന്നെ നിഷേധിച്ചാൽ ഞാൻ ക്ഷമിക്കും. എന്നാൽ നിങ്ങളെന്നെ ദുഷിക്കുകയും മൃഗത്തെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി വേർപ്പെടുന്നു. ആ അവസ്ഥയിൽ എൻ്റെ കരുണ സ്വന്തമാക്കുക എന്നത് നിങ്ങൾക്ക് അസാധ്യമായിരിക്കും. എൻ്റെ സഭ എതിർ ക്രിസ്തുവിൻ്റെ ആലയമായി മാറിയിരിക്കുന്നു. അത് പീഡനത്തിലൂടെ കടന്നു പോകും. ആ പീഡനവും വിനാശവും അശുദ്ധീകരണവും ഞാൻ വരുന്നവരെ തുടരുകയും ചെയ്യും. താനാണ് യേശുവായ ക്രിസ്തുവെന്ന് എതിർ ക്രിസ്തുവിടെ തന്നെ പ്രഖ്യാപിക്കും. തന്നിലൂടെയാണ് ലോക രക്ഷപ്പെടുക എന്ന് അവർ പ്രഖ്യാപിക്കും. വ്യാജം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾ സത്യം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തെ അവഗണിക്കുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള വഞ്ചനകളാണ്. അവർ നിങ്ങളെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കൽ ആ കെണിയിൽ കാക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എതിർ ക്രിസ്തുവിന് ഗാഠമായി ആലോചിക്കുന്ന പല കാര്യങ്ങളിലും ജനസഹസ്രങ്ങൾ അനുഗമിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. ദിവ്യശക്രാരികൾ അശുദ്ധമാക്കുന്നതുവരെയുള്ള കൊടിയ ദൈവദൂഷണങ്ങൾ എൻ്റെ ശത്രുക്കൾ ചെയ്യും. ഇത് സാധിച്ചു കഴിയുമ്പോൾ അവർ എതിർ ക്രിസ്തുവിനെ ഉപവിഷ്ടനാകാനുള്ള സിംഹാസനം ഒരുക്കും. എൻ്റെ സഭയുടെ തലവൻ സഭയ്ക്കുള്ളിൽ നിന്നും തന്നെ എതിർക്കുന്നവരെ അവർ നിർദ്ദാക്ഷിണ്യം നേരിടും. ദൈവയുടെ ഒരു കണിക പോലും അവിടെ കാണിക്കുകയില്ല. അബദ്ധ പ്രബോധനങ്ങളിൽ എന്നിൽ നിന്നല്ല വരുന്നതെന്ന് ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് അവ നിരാകരിക്കുന്നവരെ ഞാൻ സഹായിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് അധികാരാർത്ഥി ബാധിച്ചവരുടെയും എൻ്റെ നാമത്തിൽ കള്ളം പറയുന്നവരുടെ പിടിയിൽ വീഴുകയോ സത്യത്തെ നിഷേധിക്കുകയോ ചെയ്യരുത്. ഒരു വശത്ത് ഞാൻ പരസ്യമായി നിഷേധിക്കപ്പെടുകയും എൻ്റെ വചനം അടച്ചുകൊടുക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് വലിയ പരോപകാര പ്രവൃത്തികൾ ജനമതത്തിൽ നടത്തുന്നതിൽ അവർ ബദ്ധശ്രദ്ധരായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. അത് ഭിന്നത സൃഷ്ടിക്കുകയും അവസാനം എൻ്റെ എൻ്റെ വചനത്തെക്കുറിച്ച് സത്യമായ ദൈവവചനത്തെക്കുറിച്ച് തന്നെ ആരും സംസാരിക്കാതിരിക്കുകയും ചെയ്യും. എല്ലാ മതങ്ങളും ഒരിടത്ത് ഒരു മേൽക്കൂരയിൽ കീഴിൽ കൊണ്ടുവരപ്പെടുമ്പോൾ എഴുന്നേറ്റ് സത്യം പ്രഘോഷിക്കാൻ മനുഷ്യർ ഭയക്കും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവർ ക്രിസ്തുവിരുദ്ധരെന്ന് ആരോപിക്കും. ജനങ്ങളെ സത്യമായി ദൈവവചനത്തെക്കുറിച്ച് ഓർമ്മിക്കപ്പെടുമ്പോൾ നിങ്ങൾ പാഷാണ്ഡതക്കാരായി മുദ്രകുത്തപ്പെടും. സത്യം അടച്ചുപിടിക്കപ്പെടും. ദൈവവചനം തലതിരിച്ച് അവതരിപ്പിക്കപ്പെടും. അപ്പോൾ ഒന്നും വേണ്ടതുപോലെ ക്രമത്തിലായിരിക്കുകയില്ല. എൻ്റെ സഭയിൽ ഉടൻ തന്നെ നടപ്പിലാക്കപ്പെടാനിരിക്കുന്ന നിയമങ്ങളെ നല്ലതൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ എത്ര തന്നെ മറ്റൊരു അപ്രീതിക്ക് പാത്രമായാലും ദൈവവചനത്തിൽ വിശ്വസ്തരായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും എൻ്റെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നവരും എൻ്റെ വചനം നിലനിൽക്കുന്നവരും സഹിക്കേണ്ടി വരും. ഈ വ്യാകുലങ്ങളുടെ കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഞാൻ നിങ്ങൾക്ക് തരും. ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എന്നെ ആരാധിക്കാത്തവരും എന്നെ അറിയാത്തവരും അടക്കം മറ്റനേകം പേരെ വഞ്ചിക്കുന്നത് അവർ തുടർന്നുകൊണ്ടിരിക്കും. ഈ വഞ്ചകൻ പാഷാണ്ഡത പരത്തുകയും നിശ്ചയിച്ച സമയത്ത് ലോകത്തിന് വേണ്ടി ഒരു ഏകമതം കൊണ്ടുവരികയും ചെയ്യും. നരകത്തിന്റെ പ്രമാണം തന്നെയാണ് ഈ വ്യാജ സിദ്ധാന്തങ്ങൾ. പുതിയ വ്യാജ നിയമങ്ങളുമല്ലാതെ മറ്റൊരു വിശ്വാസവും പൂർപ്പിക്കപ്പെടുകയില്ല. ഈ യുഗത്തിന്റെ അരൂപി മനുഷ്യർ ഈ യുഗത്തിന്റെ അരൂപിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനാൽ ഞാൻ അതീവ ദുഃഖിതനാണ്. ലോകം തിരിച്ചറിയാനാകാത്ത വിധം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൗകിക മോഹങ്ങൾ കൊണ്ട് മനുഷ്യരുടെ മനസ്സ് മൂടപ്പെട്ടിരിക്കുന്നു. അവരുടെ രൂപഭാവങ്ങൾ മാറുന്നു. അത് തിരിച്ചറിയുക എന്നത് അസാധ്യവുമാണ്. അവിടെ ലജ്ജാലേശയുമില്ലാത്ത വസ്ത്രധാരണവും ഹെയർ സ്റ്റൈലും കാരണം പുരുഷനെയും സ്ത്രീയും തമ്മിൽ തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ്. ഇക്കൂട്ടർ എതിർ ക്രിസ്തുവിന്റെ പ്രലോഭനങ്ങൾ മൂലം ക്രൂര സ്വഭാവികളും വന്യമൃഗങ്ങൾക്കുമായി സമരം നയിക്കും. അവർക്ക് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ബഹുമാനമില്ല. സന്മാർഗ ജീവിത രീതികളും സഭയുടെ പാരമ്പര്യം മാറ്റപ്പെട്ടിരിക്കുന്നു. വ്യാജവും അതിർത്തിയും അത്യധികമായതിനാൽ മനുഷ്യർ മിതത്വം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. വിഷയാസക്തി, വ്യഭിചാരം, സ്വവർഗ ലൈംഗിക ബന്ധങ്ങൾ, രഹസ്യപാടുകൾ, കൊലപാതകങ്ങൾ ഇവയൊക്കെയാണ് സമൂഹത്തിൽ നടമാടുന്നത്. ഇത്തരം കഠിന പാപങ്ങളുടെ ഫലമായി മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ പോകുന്നു. അന്തിമ മുന്നറിയിപ്പ്. അവസാനത്തെ മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കും? ഈ മുന്നറിയിപ്പ് ലോകമെങ്ങുമുള്ള സകല മനുഷ്യരും ഒരേ സമയം കാണുകയും അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ എവിടെ നിന്നാണ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസക്തമല്ല. ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭയാനകമായ അനുഭവമായിരിക്കും അത്. നിങ്ങളുടെ ഹൃദയം ദഹിച്ചു പോകുന്നതും അതേസമയം തന്നെ നിങ്ങൾ ശരീരം ആന്തരികമായി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന അഗ്നിയായിരിക്കും അത്. മനുഷ്യർ ഭയം കൊണ്ട് മരിക്കും. അവർ തങ്ങളുടെ വഴിതിരുത്തി മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ മാത്രമാണ് ശിക്ഷ അയക്കപ്പെടുക. അതുകൊണ്ട് ഇതെല്ലാവരോടും നന്മയിൽ ജീവിക്കാനുള്ള ഒരു ആഹ്വാനമാണ്. ദൈവത്തിന്റെ പാനപാത്രം ഇപ്പോഴേ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നന്മയിൽ ജീവിക്കുന്നില്ലെങ്കിൽ ശിക്ഷ നിങ്ങളുടെ മേൽ പതിക്കും. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യന്റെ മനസ്സ് മാറുന്നില്ല. അവർ തങ്ങളുടെ പാപങ്ങൾ തന്നെ തുടരുന്നു. ലോകം പാപക്ഷമ അർഹിക്കുന്നില്ല. പിന്നെയും അഗ്നിയും നാശവും മരണവുമാണ് അതിനെ കാത്തിരിക്കുന്നത്. മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയുന്നെങ്കിൽ കൂടുതൽ ഭീകരമായ പുതിയ യുദ്ധങ്ങളാൽ ലോകം കീഴ്മേൽ മറിയും. ഈ ഭൂമിയുടെ ഭരണാധികാരി ദേവാലയങ്ങൾ ഇടിച്ചു നിർത്തും. പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കും. എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടവയെ നശിപ്പിക്കുകയും ചെയ്യും. ദൈവനിഷേധത്തിന്റെ ഈ യുദ്ധത്തിൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ അനേകം കാര്യങ്ങൾ നശിപ്പിക്കപ്പെടും. കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ഞാൻ ഒരിക്കലും കൂടി പറയും. ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ വരുന്ന മിന്നലാകാശത്തിന്റെ അഗ്നി വളർത്തും. അഗ്നി കൊടുങ്കാറ്റ് ലോകത്തിന് മേൽ പതിക്കും. മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഈ ഭയാനക ശിക്ഷ 70 മണിക്കൂർ, അതായത് 3 ദിവസം നീണ്ടു നിൽക്കും. ദൈവവിശ്വാസികളില്ലാത്തവർ അതിൽ പെടുന്നു നശിക്കും. അനുഭവിക്കാതിരുന്നാൽ അനേകം നഷ്ടപ്പെട്ടു പോകും. അന്ധകാരത്തെ പരിത്യക്താവസ്ഥയുടെയും മണിക്കൂറുകൾ അടുത്തെത്തിയിരിക്കുന്നതിനാൽ എൻ്റെ മക്കളെ നിശബ്ദരായിരിക്കരുത്.
മനുഷ്യർ ദൈവത്തെയും എന്നെയും അതികഠിനമായി വ്രണപ്പെടുത്തുന്നു. ഒരു ദിവസം ചെയ്യപ്പെടുന്ന പാപങ്ങളുടെ എണ്ണം ഞാൻ നിങ്ങളോട് കാണിച്ചു തന്നാൽ നിങ്ങളുടെ ഭയവും ദുഃഖം കൊണ്ട് മരിച്ചു പോകും. ഈ സമയം അതീവ ഗൗരവമുള്ളതാണ്. ലോകം കൂടുതൽ മോശമായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് താറുമാറായിരിക്കുന്നു. എല്ലാം ഒരു ചിരടിൽ നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ആ ചിരട് പൊട്ടുമ്പോൾ ദൈവത്തിന്റെ നീതി ഒരു വെള്ളയടി പോലെ വന്ന് പതിക്കുകയും ശുദ്ധീകരണത്തിന്റെ ഭീതിയായ പ്രയാണം ത്യാഗുകയും ചെയ്യും. ലോകം വലിയ ദുരിതങ്ങളുടെയും രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളുടെയും മഹാഭൂകമ്പങ്ങളുടെയും ക്ഷാമങ്ങളുടെയും മഹാമാരികളുടെയും ഭയാനകമായ കൊടുങ്കാറ്റുകളുടെയും സമുദ്രത്തിലും നദികളിലും ഉണ്ടാകുന്ന പ്രളയത്തിലൂടെയും പീഡിപ്പിക്കപ്പെടും. എന്നാൽ മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയുന്നതെങ്കിൽ ശുദ്ധീകരിക്കുന്ന അഗ്നി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി സകല മനുഷ്യരെയും മേൽ പതിക്കുകയും മനുഷ്യരാശി നല്ലൊരു ഭാഗം നശിപ്പിക്കുകയും ചെയ്യും. വലിയ ദുരന്തങ്ങൾ, സംക്ഷോഭങ്ങൾ, കണ്ണുനീർ, കലാപങ്ങൾ എന്നിവ ലോകജനത്തെ പിന്തുടരും. ഈ ദുഃഖത്തിന്റെ മണിക്കൂറുകളിൽ ലോകത്തിന് വേണ്ടത് പ്രാർത്ഥനകളും പരിഹാരത്തിന്റെ പ്രവൃത്തികളുമാണ്. കാരണം മാർപ്പാപ്പയും വൈദികരും സഭയും അപകടത്തിലായിരിക്കും. ജനങ്ങളുടെ മേൽ ഭരണം നടത്തുന്നവർ ഇത് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ക്രിസ്ത്യാരൂപിയില്ല. തങ്ങളുടെ അന്ധതയിൽ അവർക്ക് സത്യം കാണാൻ കഴിയുകയില്ല. ലോകം മുഴുവനിലും വലിയ കുഴമറിച്ചിലുകളും സംക്ഷേപങ്ങളും ഉണ്ടാകും. എല്ലായിടത്തും മനുഷ്യർ ദയലേശമില്ലാതെ മറ്റുള്ള കൊല്ലുകയും ചെയ്യും. ദൈവം അഹങ്കാരികൾ ശിക്ഷിക്കും. കത്തോലിക്ക സഭയെ ഉന്മൂലനം ചെയ്യാനായി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. ഈ നേതാക്കന്മാരെയും ദുഷ്പ്രവർത്തികളെയും നശിപ്പിക്കാനായി അവിടുന്ന് തന്റെ ശക്തി ഉപയോഗിക്കുകയും ചെയ്യും. അവരുടെ ദുഷ്ടതയോർത്ത് ദൈവം ചിരിക്കും. തന്റെ സർവശക്തനായ വലതുകാലത്തിന്റെ ഒരു ചലനം കൊണ്ട് അവിടെ ദുഷ്ടമനുഷ്യർ ശിക്ഷിക്കുകയും അന്ധകാര ശക്തികളുടെ നിറകെ വിട്ട് പുറത്തു പോയതിനാൽ അനുമതി നൽകുകയും പിശാചുകളുടെ അവരെ സൈന്യം ലോകം മുഴുവൻ കടന്നുകൊള്ളുകയും ചെയ്യും. ദശലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടും. ചിലർ ലഹളകളിൽ വേറെയും ദശലക്ഷങ്ങൾക്ക് അപരിചിതമായ മരണത്തെ നേരിടേണ്ടി വരും. അതേ ലോകത്ത് അങ്ങോളം ഇങ്ങോളം മനുഷ്യർ പെടുന്നതിന് അപ്രതീക്ഷിതമായി മരിക്കും. പിശാചിന്റെ വിവാഹ വിരുന്ന് പങ്കെടുക്കാൻ പോകുന്നത് പോലെ മനുഷ്യർ വളരെ ആഹ്ലാദത്തോടെ നരകവാതിലേക്ക് ഇരച്ചെത്തുകയും അതുകൊണ്ട് ദൈവഭയമില്ലാത്തവരും ദുഷ്ടരും കരുണയില്ലാത്തവരും നശിപ്പിക്കപ്പെടും. ഒരുക്കത്തിന്റെ സമയം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങാൻ തുടങ്ങുക. ആദ്യപടിയായി ദൈവത്തോട് അനുരഞ്ജനപ്പെടുകയും ഉദാശകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക. മറ്റുള്ളവരോട് തന്നോട് തന്നെ ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക, പ്രത്യേകമായി ജപമാല പ്രാർത്ഥന ചൊല്ലുക. നിങ്ങൾ ആദ്യമേ ആത്മീയമായി ഒരുങ്ങുന്നില്ലെങ്കിൽ ഭൗതികമായ ഒരുക്കം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും ശക്തമായ ആത്മീയ അഭ്യാസം ഉപവാസമാണ്. ഉപവാസവും പ്രാർത്ഥനയും വഴിയായി നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഉപവാസം മാത്രം പോരാ, പ്രാർത്ഥന മാത്രവും പോരാ. ഇവ രണ്ടും ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. ഈ മുന്നറിയിപ്പിന്റെ ഉദ്ദേശം നല്ല മനുഷ്യരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും അതേസമയം തന്നെ പാപികൾക്ക് അനുദപിക്കാനും മുന്നറിയിപ്പ് കൊടുക്കാനുമാണ്. ഈ മുന്നറിയിപ്പിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്നും ദൈവത്തിനെതിരെ ചെയ്യപ്പെടുന്ന പാപങ്ങൾ കുറയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മുന്നറിയിപ്പ് നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെ ശിക്ഷയാണ്. നീതിമാന്മാർക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനും മറുവശത്തേക്കാകട്ടെ ദുഷ്ടർ അന്ത്യകാലം എടുത്ത് എത്തിയെന്ന് പറയാനും വെളിപാടിന്റെ പ്രാധാന്യം. മറ്റു രാജ്യങ്ങളും ഒരുങ്ങേണ്ടതായി അവിടങ്ങളിൽ ഞാൻ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഈ വെളിപാടുകൾ തന്നെ നൽകപ്പെടുന്നുണ്ട്. നിങ്ങൾ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞു. അനേകം ക്രിസ്ത്യാനികൾ കുദാശകൾ സ്വീകരിക്കാൻ സമ്മതിക്കുന്നു. അവർ പറയുന്നു അതെല്ലാം അനാവശ്യ കാര്യങ്ങളാണെന്നാണ്. കുദാശകൾ സ്വീകരിക്കാതിരിക്കുന്ന ഇത്തരക്കാരായിരിക്കും എൻ്റെ സഭയെ ഏറ്റവും ആദ്യം ഒറ്റിക്കൊടുക്കുന്നത്. മറുവശത്ത് കുദാശകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവർ വിശ്വാസ നിൽക്കും. ഒരു ചെറിയ ഗണം മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. സഭയ്ക്കെതിരായ പീഡനം ഇനിയും ശക്തിയാർജിക്കും. എന്നാൽ അത് അധികാലം നീണ്ടു നിൽക്കുകയില്ല. എല്ലാ ദേവാലയങ്ങളും അടച്ചിടപ്പെടും. എന്നാൽ അത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. വൈദികർക്കുള്ളിൽ പോകേണ്ടി വന്നേക്കാം. മതവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പൂർണ്ണമായി നമസ്കരിക്കാൻ ദുഷ്ടർ ശ്രമിക്കും. എന്നാൽ അവർക്ക് അതിനുള്ള സമയം ലഭിക്കുകയില്ല. അനേകം മെത്രാന്മാരും വൈദികരും വധിക്കപ്പെടും. ഒളിക്കാം ഇടം കണ്ടെത്താൻ കഴിയാത്ത മറ്റനേകം പേര് വിശ്വസിച്ചാലും ചെയ്യപ്പെടും. ഇത് അപകടങ്ങളും ദുരന്തങ്ങളും നിറഞ്ഞ ആളുകളാണ്. സർവോത്തര ഭാഷാണത വിളയാടുകയും ഭാഷാണതകൾ അധികാരം നേടുകയും ചെയ്യും. എന്നെ കേൾക്കുക, ചഞ്ചല മനസ്സുകളെ എന്നെ ശ്രമിക്കുക. എല്ലാത്തപക്ഷം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇതാ എൻ്റെ കരുണ അവസാനിക്കാറായിരിക്കുന്നു. നിങ്ങളാകട്ടെ നിങ്ങളുടെ ആത്മീയ മന്ദോഷ്ണതയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. എൻ്റെ വായിൽ നിന്ന് നിങ്ങളെ തുറപ്പിക്കളയുന്നതിനാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഞാൻ ഉറപ്പിക്കുകയും പറയുന്നു, ജാഗ്രതയോടെ ഇരിക്കുക. എൻ്റെ നാൾ സമയമെടുത്തിരിക്കുന്നു. ദൈവനീതി വെളിപ്പെടുത്താൻ സമയം വരാൻ പോകുന്നു. ആ സമയം ആരും നിങ്ങൾ ശ്രദ്ധിക്കുകയില്ല. ഇതാ എൻ്റെ കരുണയുടെ യാനം പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ ജീവൻ നൽകുന്ന രക്ഷയുടെ ടിക്കറ്റും വാങ്ങാനായി തിടുക്കം കൂട്ടുക. അനേകം നീതിമാന്മാരുടെ ദുഷ്ടന്മാരുടെ ഹൃദയങ്ങളെ ഞാൻ സ്പർശിക്കുകയും എന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. വിശേഷിച്ച് വിശ്വാസം കുറഞ്ഞ വഴിയിടങ്ങളിൽ എൻ്റെ സന്ദേശത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യവംശത്തിൽ നടന്ന് എൻ്റെ മടങ്ങി വരുന്നതിനായി ഒരുങ്ങണമെന്നാണ്. നിങ്ങൾ തിരിച്ചറിവായ സമയം മുതൽ പാപം ചെയ്ത എല്ലാ കാര്യങ്ങളും വിധതയിൽ നിങ്ങൾ കാണിച്ചു തരും. അതനുസരിച്ച് എല്ലാം വിധിക്കപ്പെടും. നിങ്ങളുടെ സഹോദരന്മാരെ വേദനിപ്പിക്കാനായി നിങ്ങൾ ഉപയോഗിച്ച വ്യക്തവാക്കുകളും തെറ്റായ തീരുമാനങ്ങളും എല്ലാം എപ്പോൾ വിധിക്കപ്പെടും. അതുകൊണ്ടാണ് അനുദപിക്കാനും പരിഹാരം ചെയ്യാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മൂന്നാം ശുദ്ധീകരണ സ്ഥലത്തിലെ ശുദ്ധീകരണാഗ്നിയും നരകാഗ്നിയും അനുഭവിക്കേണ്ടി വരികയില്ല. ഈ ലോകത്തിൽ മാരകഭാവാവസ്ഥയായിരിക്കുന്ന അനേകർക്ക് ശുദ്ധീകരണത്തിനായുള്ള ഈ അഗ്നിയിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. അവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, ജീവിതകാലത്തെല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥനയിൽ പ്രവർത്തിയും കൊണ്ട് നിങ്ങൾ ആന്തരികമായി രൂപാന്തരപ്പെടും. എൻ്റെ മക്കളെ, ഇപ്പോഴാണ് മാനസാന്തരപ്പെടേണ്ട സമയം. മറ്റൊരു സമയത്തിനായി കാത്തിരിക്കരുത്. സൃഷ്ടിയുടെ രൂപാന്തരത്തോടൊപ്പം നിങ്ങളുടെ ആന്തരിക രൂപാന്തരണം സംഭവിക്കുന്ന നിമിഷം ഇതാണ്. അങ്ങനെ എൻ്റെ ആത്മാവ് വർഷിക്കപ്പെടുമ്പോൾ അതിനെ യോഗ്യതയോടെ പങ്കുചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മാവിൽ ശത്രു നിങ്ങളെ അകപ്പെടുത്തിയിരിക്കുന്ന ആലസ്യത്തിൽ നിന്ന് നിങ്ങൾ ഉണർത്താൻ വേണ്ടി ഇനിയും കൂടുതൽ അടയാളങ്ങൾ
ആകാശത്തിലും ഭൂമിയിലും നിങ്ങൾ കാണും. ഭൂമി ശക്തമായ പ്രകമ്പനം കൊള്ളുന്നതും തുടരുകയും അങ്ങനെ അവർ ഉണർത്തപ്പെടുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. എന്നെ നിഷേധിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യകുലത്തിന്റെ പാപങ്ങളിൽ നിന്ന് അവർ ശുദ്ധീകരിക്കുന്ന സമുദ്രം വീണ്ടും വീണ്ടും പ്രബുദ്ധരാകും. എൻ്റെ മക്കളെ പ്രാർത്ഥിക്കുക. സമൃദ്ധം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഭൂമിയിൽ വസിക്കുന്ന അനേകം മക്കൾ വിതറിക്കൊള്ളും. എന്നെ എല്ലാ മക്കളും ആദ്യം പരമപരിശുദ്ധത്തിലൂടെ അവരുടെ സ്നേഹത്തെ പ്രതിയും, രണ്ടാമത്തത് തങ്ങളുടെ സഹോദരന്മാരുടെ സ്നേഹത്തെ പ്രതിയും സ്വയം വിധിക്കും. പിന്നെ അവർ ഓരോ പ്രമാണങ്ങളെ പ്രതി തങ്ങളെ സ്വയം വിധിക്കും. ഞാൻ നിങ്ങളുടെ അടിയന്തരമായ മാനസാന്തരം ആവശ്യപ്പെടുന്നു. എൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ നശിപ്പിക്കാനുമായി പിശാച് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തിക്കുന്ന ചെയ്തികളും ദുഃഖകരമാകാൻ വേണ്ടി പിശാചിന്റെ ജനത്തെ മനസ്സിനെ, ചിന്തയെ, വാക്കുകളെ, ഹൃദയത്തെയൊക്കെ ഗുരുതരമായ വിധത്തിൽ വിഷദംശനം ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ശുദ്ധീകരിക്കുന്നതും ആ ശുദ്ധീകരണം അനുവദിക്കുന്നതും. വിശ്രമിക്കരുത്, മാനസാന്തരപ്പെടാൻ ആഗ്രഹത്തോടെ ഇരിക്കുക. സംഭവിക്കാനിരിക്കുന്നവയെ പ്രത്യേകിച്ച് പീഡനത്തെ ആത്മീയമായി നിങ്ങൾ തന്നെ ഒരുക്കുക. ഈ പീഡനം അവിശ്വാസത്തിൽ നിന്ന് മാത്രമല്ല, ഭയം കൊണ്ട്, വിശ്വാസപൂർവ്വം കൊണ്ടോ എന്നെ സ്നേഹിക്കാത്തവരുടെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന എൻ്റെ മക്കളിൽ നിന്ന് കൂടി ഉണ്ടാകും എന്നറിഞ്ഞുകൊള്ളുക. എൻ്റെ മക്കളെ, നിങ്ങളിൽ ചിലർ മറ്റുള്ളവരെക്കാൾ കഠിന ഹൃദയരാണ്. ചിലരാകട്ടെ ഒരിക്കലും എനിക്ക് ചെവി തരികയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നവരാണ്. അവർ അഹങ്കാരം കൊണ്ട് നിഷേധിക്കുകയും നാശത്തിലേക്കുള്ള വഴിയിലൂടെ തുടരുകയും ചെയ്യുന്നു. ഈ തലമുറയുടെ എളിമയില്ലായ്മയാണ് സാത്താൻ ആയുധമാക്കുന്നത്. എളിമപ്പെടാൻ നിങ്ങളോട് മറന്നു പോകുന്നു. എല്ലാവരും കരുതുന്നത് തങ്ങൾ ജ്ഞാനികളാണെന്നാണ്. എന്നാൽ അനേകം മുന്നറിയിപ്പുകൾ ശേഷവും മർക്കട മുഷ്ടിയോടെ തുടരുന്നവർ തിരിച്ചുവരവില്ലാതെ നശിപ്പിക്കപ്പെടുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ അമ്മയുടെ ആഹ്വാനം നശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. അവർ മാനസാന്തരങ്ങളുടെ വിളിയിൽ ശ്രദ്ധിക്കാതെ നാശത്തിനുള്ള സ്വയം വിട്ടുകൊടുക്കുകയാണ്. മാനസാന്തരമുള്ള വിളി എന്നാൽ ഒരു ഹൃദയത്തിന് വേണ്ടിയുള്ള വിളി മാത്രമല്ല, പിന്നെയോ സമ്പൂർണ്ണ രൂപാന്തരത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. മാനസാന്തര രൂപാന്തരം തിരിച്ചു വരാനായി തങ്ങൾക്ക് മാറ്റം ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ നിത്യവിരുദ്ധനായി ആനയിക്കപ്പെടുകയും ആ വിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും എന്നത് മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ വർഷത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 2024 അതെ, പ്രളയം കൊണ്ട് കഷ്ടം അനുഭവിക്കുന്ന എൻ്റെ മക്കൾക്ക് ഇപ്പോൾ തന്നെ ഇതൊരു ക്രൂരമായ വർഷമായിരുന്നു. നിങ്ങളുടെ ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന ഭോഗങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയ്ക്കെല്ലാം കാരണം എൻ്റെ മക്കൾ തങ്ങളുടെ പൂർവ്വികരുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നതാണ്. കൂടുതൽ എന്നെ ഭൂമുഖം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൻ്റെ രാജകുമാരന് സ്വയം വാങ്ങിക്കൊടുക്കുകയും ഒരിക്കൽ കത്തോലിക്ക ജീവിക്കാതിരിക്കുന്നവരുടെ പ്രവൃത്തികളും അതിന് കാരണമാകും. പാപം എൻ്റെ പ്രിയ ജനമേ, പാപം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, പിന്നെ അതൊരു സ്വഭാവമാണ്. തിന്മയെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ പരിശുദ്ധാത്മ ഊർജ്ജം നെഗറ്റീവ് എനർജിയാണ് പാപം. അത് വിശ്വാസത്തിൽ ദുർബലരായവർ പെട്ടെന്ന് വ്യാപിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഓർക്കുക, എന്നെ കാണാൻ വേണ്ടി പുറത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല, കാരണം പുറത്ത് മുഴുവൻ ആശയക്കുഴപ്പമാണ്. ഞാൻ ഇന്ദ്രിയബോധത്തിനും ഓർമ്മകൾക്കും പരിമിതമായി എന്തിനും അതിനുള്ളിൽ മനുഷ്യർക്ക് അതീതനാണ്. മക്കളെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. മനുഷ്യന്റെ അഹങ്കാരം എത്രയോ വലിയ വ്യക്തിപരമായ ഭാവമാണ് പരിശോധിച്ചറിയുക. അത് ഇന്ദ്രിയങ്ങളും മലിനമാകുന്ന മഹാമാരിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവൃത്തിക്കും ഓരോ പ്രതിപ്രവൃത്തിയുണ്ട്. ഓരോ പ്രതിപ്രവൃത്തിയും നന്മയ്ക്ക് പ്രതിഫലമുണ്ട്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ബുദ്ധിമാന്മാരെ ഭോഷന്മാരെ കണക്കാക്കുന്നു. വിനീത ഹൃദയയുടെ മേലാണ് ഞാൻ എൻ്റെ കടാക്ഷം വഹിക്കുന്നതും എൻ്റെ സ്നേഹം പകരുന്നതും. എൻ്റെ സ്നേഹത്തെ അക്ഷണം ആഗ്രഹിക്കുകയും ആ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നവരെ സുവിശേഷമായ സ്നേഹത്തോടെ ഞാൻ കടാക്ഷിക്കുന്നു എന്നത് മറക്കരുത്. എല്ലാ മനുഷ്യരും ഒരു വിധത്തിലാണെങ്കിൽ മറ്റൊരു വിധത്തിൽ ശോധന ചെയ്യപ്പെടാൻ ദൈവസ്നേഹ കാരണമാവുകയും ചെയ്യും. അതുവഴി എന്നെ തിരിച്ചറിയാൻ നിങ്ങളെല്ലാം ശ്രമിക്കപ്പെടുകയും ചെയ്തു. ചില നഗരങ്ങൾ പ്രളയത്തിന് വലിയ നാശനഷ്ടം അനുഭവിക്കുന്നതും രോഗങ്ങൾ നിർവഹിക്കുന്നതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ മാസത്തിലെ പ്രകൃതികൾ അതിശക്തമായ ഭൂമിയുടെ പ്രകരിച്ചു. എൻ്റെ ജനമാകട്ടെ തങ്ങളുടെ സഹോദരങ്ങളെ കഷ്ടതകൾ അവഗണിച്ചുകൊണ്ട് കളഞ്ഞു. എന്നാൽ ഉടൻ തന്നെ എല്ലാവരും സഹിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിരിക്കുക. എൻ്റെ മക്കളെ, യാതൊരു ക്രമവുമില്ലാതെ ജീവിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അനേകങ്ങളായ ഉദരങ്ങളുടെയും തുമ്പങ്ങളുടെയും പരിണതഫലമായ വലയിലാക്കപ്പെട്ടിരിക്കുന്ന നിരവധി പാപികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എൻ്റെ ജനമേ, അസ്വാരസ്യത്തിൻ്റെ ധാരണയും അപ്രതീക്ഷിതമായ മാനസാന്തരത്തിൻ്റെയും കാലം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലായ്പ്പോഴും എന്നെപ്പോലെ ശാന്തശീലും സ്നേഹസാനും കാരുണ്യവാനുമായിരിക്കുക. എന്നെ കുരിശിലേറ്റുകളുടെ പോലും ഞാൻ ക്ഷമിക്കപ്പെടാതിരുന്നില്ല. ക്ഷമാശീലനായതുകൊണ്ട് ഞാൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എന്നെ തന്നെ ജനത്തിന് പങ്കുവെച്ചു കൊടുത്തു. അതുകൊണ്ട് എന്തു വന്നാലും എന്തെല്ലാം സംഭവങ്ങൾ നിങ്ങളെ ബാധിച്ചാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. സൗമ്യനത്തോടെ ശാന്തരായി മാന്യരായി ക്ഷമയോടെ മുന്നോട്ട് പോവുക. നിങ്ങളിൽ ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം. എങ്കിൽ നിങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും മുന്നറിയിപ്പ് ഓർമ്മിക്കുക. പട്ടിണിയുടെയും ദാഹത്തിൻ്റെയും മരണത്തിൻ്റെയും മുന്നറിയിപ്പുകൾ. എൻ്റെ മുന്നറിയിപ്പുകൾ നിങ്ങൾ എത്താതെ പോകുന്നു. ചുരുക്കം ചിലർ മാത്രമാണ് വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ ദുഃഖിതനാണ്. എങ്കിലും ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് സത്യമാണ്. മറ്റുള്ള വിദ്വേഷത്തിലും വെറുപ്പിലുമായിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിനെതിരെ കരുതുള്ളവരായിരിക്കുവിൻ. മനുഷ്യർ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. അവർ കണ്ടും ചെവി കൊണ്ടും എന്നെ തേടുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നെ നകന്നിരിക്കുന്നു. അവർക്ക് യാതൊരു പ്രതിബദ്ധതയും മാനസാന്തരപ്പെടാനുള്ള ആഗ്രഹവുമില്ല. മാനസാന്തരങ്ങളുടെ വഴികൾ അവർക്ക് താല്പര്യമേ ഇല്ല. നന്ദിഹീനരായ മനുഷ്യവംശന്റെ വാതിൽക്കൽ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും വന്നുമുട്ടുമ്പോൾ നിവൃത്തിക്കേടുകൊണ്ട് അവർ എന്നെ തേടുന്നു. അവർ അത് ചെയ്യുന്നത് മാനസാന്തരങ്ങളുടെ ആഗ്രഹം കൊണ്ടല്ല, പിന്നെയോ ഞാൻ മാത്രമാണ് ദൈവം എന്നതുകൊണ്ടും അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. അനേകരെ തേടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കഷ്ടത്തിലാകുമ്പോഴാണ്.
അപ്പോൾ അവർ 1000 വാഗ്ദാനങ്ങൾ നടത്തും, എന്നാൽ അവർ ഒരിക്കലും പാലിക്കുകയില്ല. അവ പാലിക്കാതിരിക്കുന്നവർ വഴി അവർ ആത്മീയമായി തങ്ങളോട് തന്നെ നുണ പറയുകയാണ് ചെയ്യുന്നത്. ഭോഷത്വം പറയാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളാനുള്ള ഒരു ദൈവമല്ല ഞാൻ. നിങ്ങളുടെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഞൊടിയിൽ മാറുന്ന മനസ്സാണ്. നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും പരിശോധിക്കേണ്ട ഒരു ദൈവമല്ല ഞാനെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നത്. ആദ്യം എന്നെ ആത്മാർത്ഥതയോടെ തേടുക, അപ്പോൾ തന്നെ ആ കാലം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ വചനം പറയുന്നത് ഓർക്കുക. ആദ്യം നിങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുവൻ പോലും രക്ഷപ്പെടുകയില്ലായിരുന്നു. ഓ പാപത്തിൽ മുങ്ങിയ മനുഷ്യകുലമേ, നിങ്ങൾ സ്നേഹം എന്താണെന്ന് അറിയാൻ പോകുന്നു. അനേകർ തങ്ങളുടെ പാപവും ദുഷ്പ്രവൃത്തികൾ മൂലം മറ്റനേകം പേർ ഇപ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഓർക്കുക, മുന്നറിയിപ്പിന് ശേഷവും അനുദപിക്കാത്തവരെ ഞാൻ ഇനി വിച്ഛേദിക്കും. പിശാച് മുറിവേറ്റവനാണെന്നും അവൻ ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നും ഓർക്കുക. ദൈവത്തിൻ്റെ മക്കളെ പിശാചക്തരായ ആത്മാക്കളെ കാണുന്നുണ്ട്. അവൻ അവരെ അറിയാം, അവരുടെ ബലഹീനതകൾ അറിയാം. വരാനിരിക്കുന്ന മഹാകഷ്ടതകളുടെ സമയത്ത് തങ്ങളുടെ സഹോദരർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന മുൻപേ അവർ അവരെ വൈകാരികമായി തളർത്തുകയും ചിതറിച്ചു കളയുകയും അവരുടെ ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു. ലോലഹൃദയ എളുപ്പത്തിൽ അതിന് പീടിയിൽ നിന്നറിയും, എന്നെ പിശാചിനറിയും. അതുകൊണ്ട് അവരെ സന്തോഷമാക്കുകയും അവരറിയാതെ കൊണ്ട് അവരെ കൊണ്ട് തുടർച്ചയായി നന്മ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. എനിക്കൊരു മനുഷ്യൻ്റെയും വിശപ്പും ദാഹവും അറിയാം, എന്നാൽ അത് ശരീരത്തിൻ്റെ വിശപ്പും ദാഹവുമല്ല. അതുകൊണ്ട് നിങ്ങളും എൻ്റെ വിശപ്പും ദാഹവും മനസ്സിലാക്കണം. സ്വർഗം അഭിലഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരേ ഒരു നിയോഗത്തിന് വേണ്ടിയാണ്. അത് നിങ്ങളുടെ സഹോദര മാനസാന്തരമാണ്. മാലാഖമാർ വിശേഷിച്ച് ഓരോ വ്യക്തിയുടെയും കാവൽ മാലാഖമാർ വളരെയേറെ സങ്കടപ്പെടുന്നു. കാരണം ആരും അവർ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ദുഃഖം കാണുന്ന ഞാൻ ദുഃഖിക്കുന്നു. ഇടയ്ക്കൊക്കെ അവർക്ക് എൻ്റെ അടുക്കൽ പരാതി പറയാമായിരുന്നു, എന്നാൽ നിങ്ങളോട് അവരുടെ സ്നേഹത്തെ പ്രതി ഇന്നുവരെയും അവർ ഇതെല്ലാം സഹിച്ചുകൊണ്ടിരുന്നു.